ഒരു പുറത്ത് ഇരുന്ന് പിന്നെ മൂപ്പര് വന്നിട്ട് ഒരു ആർക്കല ഷാഫിയെ ഇത്രയും പെട്ടെന്ന് ഒഴിവാക്കി കാരണം വരെ ഇതിലെ പോവാന്നുള്ള പറയാനില്ലേ അങ്ങനെ പിന്നെ വേഗം വരെ സെറ്റാക്കി ഞാൻ അവിടെ ഇറക്കി. അപ്പൊ നമ്മളെ റൂമിൽ ഈ റൂമിലുള്ള ചേച്ചിന്റെ മരുമകനുണ്ട്. ഇവനെ എവിടെയാന്നുള്ള അറിയില്ല. ഓരതിന് മുമ്പേ പോകുന്നുണ്ട്. എന്നാ പിന്നെ ഓൻ വന്നിട്ട് വരെ ഒന്ന് നോക്കണ്ടേ? വരെ നോക്കാതെ ഓൻ ചെയ്ത് പോയി. ആ ഇവിടെ നമ്മളെ പാർക്കില് ഒഴിവുള്ള പാർക്കിന്റെ അടുത്തേക്ക് പോയി. ഞാൻ വരെ കൊണ്ട് ഓടും പോകും. എത്ര ആൾക്കാര് ഇതായല്ലേ? അപ്പൊ അതിലുള്ള ചേച്ചി പറയാ ഇവനെ നോക്കണം, ഓനെ എവിടെയാന്നുള്ള അറിയണം. കിട്ടുന്നില്ല. പിന്നെ ഞാൻ റിട്ടേൺ പോയി നമ്മളെ റൂമിന്റെ അടുത്തേക്ക്. അപ്പം പകുതിക്ക് നിന്ന ഒരു പറഞ്ഞു ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ തിരിച്ചാണ് പോകും. ഞാൻ രാവിലൊരു 8:30 വന്ന് അവിടെ ഇറങ്ങി. അപ്പൊ CID ഒന്നും എനിക്കറിയില്ല. എന്നോട് വെച്ച് പാകിസ്ഥാനി വെച്ച് അവിടെ പോകണം. ഞാൻ എന്റെ റൂമിൽ പോകണം, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു എന്ന് പറഞ്ഞു. അവന് ഇഷ്ടപ്പെട്ടില്ല, വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു CID എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എനിക്കറിയില്ലായിരുന്നു. എന്തായാലും പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു. ഓക്കെ എനിക്കറിയാണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നൈറ്റ് കഴിഞ്ഞ് വരുന്നതാണ്. എനിക്കറിയില്ല CID എന്താണ് ഇവിടെ നടന്നതെന്ന് അറിയാം. അന്നാ റൂമിൽ അവരുണ്ട്, അന്നാ വിളിച്ചു പറയണ്ടേ? അവരോട് വിളിച്ച് പിന്നെ ഉണ്ടല്ലോ എന്റെ റൂമിലുള്ള ഞാനിവിടെ മെട്രോയിലെത്തി. വൈഫൊക്കെ ഇവിടെ വന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി തിരിച്ചു ഓരോന്ന് സെറ്റായി നിന്നപ്പോ എന്റെ റൂമിലുള്ള ഒരു UP-കാരുണ്ട്. അങ്ങള് കണ്ടില്ലേ? ഓൻ വിളിച്ചിട്ടോ. ഞാൻ രാത്രി പണിക്ക് പോയി റിട്ടേൺ ചെയ്യാന്ന് ഓൻ അറിയാം. ഓനെ വിളിച്ച് ഞാൻ എവിടെയാണുള്ളത്, എന്താണ്? ഞാൻ പറഞ്ഞു അങ്ങനെ മെട്രോ ഇല്ല. ഓക്കെ അത് അങ്ങനെയൊക്കെ വേണ്ടത്. ഇത് വിളിച്ചപ്പോ പറയണ നെറ്റ് ഇല്ല, ഫോണില്ല, അതില്ല, ഇതില്ല എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ അല്ല വന്നിട്ട്, ഇന്നലെ റൂമിലേക്ക് എത്തിയത് മിനിയാന്നല്ലേ? ബാക്കിയുള്ളവരൊക്കെ അതിന്റെ തലേ ദിവസം